ഹായ് ഓൾ വെൽക്കം ടു ക്രാഫ്റ്റോപീഡിയ. ഇത് നമ്മുടെ ചാനലിന്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് ആൻഡ് ഓൾസോ ക്രിസ്മസ് അഡ്വെന്റ് സീരീസിന്റെ 21st വീഡിയോ. സോ ഇന്ന് നമ്മൾ സിമ്പിൾ ആൻഡ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ക്രിസ്മസ് വില്ലേജ് എങ്ങനെ സെറ്റ് ചെയ്യാവുന്നതാണ് നോക്കുന്നത്. ഇതിലെ ഒരു 70% ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കിയതാണ്. ഓൾറെഡി ചാനലിൽ ഷോർട്ട് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി കുറച്ചൊക്കെ വാങ്ങിച്ചതുമാണ്. അപ്പോൾ ഇതിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഐറ്റംസ് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് എന്ത് യൂസ് ചെയ്യാമെന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം. ഞാൻ എന്താ ഇതുപോലൊരു വുഡൻ ട്രെയിലാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇതെനിക്ക് ഹാഫ് പ്രൈസിന് കിട്ടിയതാണ്. ഹാഫ് പ്രൈസ് പോലും ഇല്ല, കാരണം ഇത് കുറച്ച് ഡാമേജ് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ കൂട്ടിയിട്ട് വിൽക്കുന്നിടത്തുനിന്ന് കിട്ടിയതാണ്. ഇത് കണ്ടില്ലേ, ഇവിടെ കുറച്ച് പെയിന്റ് ഒക്കെ പോയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഉള്ളിലെ ബേസ് ഒക്കെ ചെറുതായിട്ടൊന്ന് ഇളക്കമുണ്ട്. അപ്പൊ നിങ്ങളുടെ അടുത്ത് ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഓൾട്ടർനേറ്റീവ് ആയിട്ട് കാർഡ്ബോർഡ് ബോക്സ് യൂസ് ചെയ്യാം. ഇനി കാർഡ്ബോർഡും ഇല്ലെന്നുണ്ടെങ്കിൽ ചെറിയൊരു വേർഷൻ ആയിട്ട് നിങ്ങൾക്ക് പ്ലേറ്റിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ട്രെയിനിന്റെ സൈഡ് പാനലിന് കുറച്ച് ഹൈറ്റ് ഉള്ളത് കൊണ്ട് അതൊന്നുകൂടെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബുക്സ് ഒക്കെ വെച്ച് അടുക്കി വെച്ചിട്ട് അതൊന്ന് കുറച്ചുകൂടെ ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിപ്പോ നാട്ടിലല്ല, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഇതിന്റെ ലിങ്കും കാര്യങ്ങളും ഷോപ്പിന്റെ ഡീറ്റെയിൽസ് ഒന്നും പറയാം. അപ്പോൾ ഇനി ഇതിന്റെ മേളിലാണ് ഞാൻ ബാക്കിയെല്ലാം കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ ഒരു മാറ്റ് വിരിക്കുന്നുണ്ട്, ഒരു സ്നോ മാറ്റ് പോലത്തെ ഒരു വൈറ്റ് കളറ്. ഇത് ഈ കോട്ടന്റെ ഒരു സംഭവമാണ്, അതൊന്ന് വിരിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഇടുമ്പം തന്നെ ഫുൾ ഇങ്ങനെ സ്നോയിൽ കവർ ചെയ്ത് കിടക്കുന്ന ഒരു എഫക്റ്റ് കിട്ടും. ഇനിയിപ്പോ ഇതില്ലാന്നുണ്ടെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് ഒരു സാറ്റൻ ക്ലോത്തോ വെൽവെറ്റ് ക്ലോത്തോ, ഇനി ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ വൈറ്റ് കളർ എന്തെങ്കിലും ഒരു തുണി വിരിച്ചിട്ടാൽ മതി. പിന്നെ ഞാൻ ഇപ്പോഴേ പറയുവാണ്, ഈ ഒരു സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ ഇതിനകത്ത് ലൈറ്റ് വെക്കാനുണ്ടെങ്കിൽ അത് ആദ്യം വെച്ചേക്കണം. ഞാനിത് ശരിക്കും വെക്കാനായിട്ട് മറന്നുപോയി, എന്നിട്ട് ലാസ്റ്റ് എല്ലാം എടുത്ത് മാറ്റിയിട്ടാണ് പിന്നെ ലൈറ്റ് വെക്കുന്നത്. ഈ ഒരു ക്രിസ്മസ് ട്രീ ആണ് വെച്ച് കൊടുക്കുന്നത്. ഇത് നമ്മുടെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആയിരുന്നു. ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടാണ് ഞാൻ തുടങ്ങിയത്. അപ്പൊ അത് തന്നെ ആദ്യം വെച്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അതിന് ചെറിയ ചെറിയ ഡാമേജ് ഒക്കെ വന്നിട്ടുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഈ കുഞ്ഞ് ക്രിസ്മസ് ട്രീ ഒക്കെ നമ്മൾ മേടിച്ചിട്ടുള്ളതായിരുന്നു. ഇത് കഴിഞ്ഞ ദിവസത്തെ ഹോൾ വീഡിയോയിൽ ഞാൻ ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ ഭയങ്കര ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇതില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പേപ്പർ വെച്ചിട്ട് ചെറിയ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ ജിഞ്ചർ ബ്രെഡ് ഹൗസ് ശരിക്കും പറഞ്ഞാൽ ചെയ്യുമ്പോൾ ഇതിനകത്ത് ലൈറ്റ് ഇടുന്നതിനെ പറ്റി ഞാൻ ആലോചിച്ചില്ലായിരുന്നു. പിന്നെ ഞാൻ ഇപ്പോൾ ഒരു സൂചി ഇട്ട് കുത്തി അതിനകത്ത് ഇങ്ങനെ ഹോൾസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വിരിച്ച സ്നോ മാറ്റിന്റെ ഒരു ചെറിയ പീസ് വെച്ച് തന്നെ അതിന്റെ റൂഫ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്, ഒരു ഫ്രോസ്റ്റിംഗ്, സ്നോ ഫ്രോസ്റ്റിംഗ് പോലെ വരാൻ വേണ്ടി. പിന്നെ ഇതിനകത്തുള്ള ക്രിസ്മസ് ട്രീയുടെ അളവ് ഭയങ്കര കുറവായിരുന്നു, എൻ്റെ കയ്യിൽ അധികം ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് പൈൻ കോൺസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാനിവിടെ റോഡിൽ നിന്ന് വെറുക്കിയ പൈൻ കോൺസ് ആട്ടോ. നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കിട്ടുന്നുണ്ടായിരിക്കും. ഒരു 25-30 രൂപയാണ് പെർ പീസിന്. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ ക്രിസ്മസ് ട്രീ തന്നെ വെച്ചാൽ മതി, അത് തന്നെ നല്ല ഭംഗിയാണ്. ഈ പൈൻ കോൺസിന്റെ അറ്റത്തെല്ലാം ഞാൻ കുറച്ച് സ്നോ എഫക്ട് വരാൻ വേണ്ടിയിട്ട് വൈറ്റ് പെയിന്റ് കൂടെ അടിച്ചു വെക്കുന്നുണ്ട്. ശരിക്കും ഈ ഒരു കംപ്ലീറ്റ് സാധനം സെറ്റ് ചെയ്യാൻ എനിക്കൊരു 3 മണിക്കൂറേ വേണ്ടി വന്നുള്ളൂ, 3-4 മണിക്കൂറേ വേണ്ടി വന്നുള്ളൂ. പക്ഷെ ഇതിനെപ്പറ്റി ആലോചിച്ച് തല പുകയാൻ തുടങ്ങിയിട്ട് കുറെ ദിവസമായി. കുറെ പിൻട്രസ്റ്റ് റെഫറൻസും അതും ഇതും ഒക്കെ ചെയ്തിട്ടാണ് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത്. കാരണം നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ചിട്ട് തന്നെ ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ ഒക്കെ നോക്കിയിട്ട് ഇത് എങ്ങനെ അറേഞ്ച് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊന്നും എനിക്ക് പ്രത്യേകിച്ച് ഒരു ഐഡിയ കിട്ടുന്നുണ്ട്. പക്ഷെ ഇത് ഫൈനലി സെറ്റ് ചെയ്ത് വന്നപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ചാനലിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്ത സംഭവങ്ങൾ വെച്ചിട്ട് തന്നെ എല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. പിന്നെ ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുള്ള സാധനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അറേഞ്ച്മെന്റ്സ് മാറ്റുന്നുണ്ട്. കാരണം ഓരോന്നോരോന്ന് വെച്ച് വരുമ്പോൾ നമുക്ക് ഇതിവിടെ ഇരുന്നാൽ ഭംഗിയില്ല, ഇതിവിടെ ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാലായിരിക്കും ഭംഗി എന്നൊക്കെ തോന്നിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറേ ഷഫിൾ ചെയ്ത് വെക്കുന്നുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചെസ് കളിക്കുന്ന പോലായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ ടോയ് ട്രെയിൻ വെച്ച് കൊടുത്തപ്പം അതിന്റെ ആ പാനലിന് ഹൈറ്റ് ഉള്ളത് കൊണ്ട് അതങ്ങ് താന്നിരിക്കുന്ന പോലെയായിരുന്നു. പിന്നെ ഒരു സെപ്പറേറ്റ് കാർഡ്ബോർഡ് വെട്ടിയിട്ട് അതും കൂടെ അതിന്റെ അടിയിലോട്ട് വെച്ച് കുറച്ചുകൂടെ ഹൈറ്റ് ആക്കിയിട്ട് വീണ്ടും ഒന്ന് വെച്ച് കൊടുക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത് ഇതിന് ചുറ്റും ഞാൻ ലൈറ്റ് ഇട്ടില്ല എന്നുള്ളത്. പിന്നെ ഞാൻ മൊത്തം എടുത്ത് മാറ്റി, പിന്നെ ലൈറ്റ് എല്ലാം ചുറ്റി, പിന്നെ ഒന്ന് സെറ്റാക്കി വെക്കുമായിരുന്നു വീണ്ടും. പിന്നെ ലൈറ്റ് വെക്കാൻ നോക്കിയപ്പോഴാണ് മനസ്സിലായത്, വലിയ നീളമുള്ള ലൈറ്റ് എടുത്ത് ജിഞ്ചർ ബ്രെഡ് ഹൗസിനകത്ത് വെച്ചു, ചെറിയ ലൈറ്റ് ആണ് പുറത്തിരിക്കുന്നതെന്ന്. പിന്നെ അതെല്ലാം തിരിച്ചും മറിച്ചും ഒക്കെ വെച്ചിട്ടാണ് ഒന്ന് സെറ്റ് ചെയ്തെടുത്തത്. പിന്നെ എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്, ദാണ്ടടാ ഇരിക്കുന്ന വേറൊരു സാധനം, കുറച്ച് ആർട്ടിഫിഷ്യൽ സ്നോവും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യം ഞാനൊന്ന് ഡൗട്ട് അടിച്ചായിരുന്നു അത് ഇടണോ വേണ്ടയോ എന്നുള്ളത്. പക്ഷെ അത് ഇട്ട് കഴിഞ്ഞപ്പം ലൈക്ക് സ്നോ പോലെ ഫുൾ സെറ്റ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഒരു ക്രിസ്മസ് വില്ലേജ് സെറ്റ് ചെയ്തെടുക്കണമെന്ന്. കാരണം പിൻട്രസ്റ്റിലൊക്കെ ഇത് ഭയങ്കര ട്രെൻഡിങ് ആണ്. അപ്പൊ ഞാൻ ഓർത്തു ഭയങ്കര ഹൈഫൈ സാധനങ്ങൾ വെച്ചിട്ട് ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ച് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ടോയ് ട്രെയിൻ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഹോട്ട് വീൽസിന്റെ ഒരു ചുമന്ന കാറോ എല്ലാം വെച്ചാൽ മതി, ഒരു വിന്റേജ് മോഡൽ, അതും അടിപൊളി. ഇതിന്റെ നൈറ്റ് ലുക്ക് ഞാൻ വീഡിയോ എടുത്തപ്പോൾ അത്രയും ഒരു ഭംഗി ഫോണിൽ കിട്ടാത്ത പോലെ എനിക്ക് തോന്നി. നേരിട്ട് ഇത് ശരിക്കും ഭയങ്കര അടിപൊളി. എല്ലാവരും ക്രിസ്മസിന് ഒരു ക്രിസ്മസ് വില്ലേജ് എന്തായാലും ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പൊ ക്രിസ്മസിന് ഇനിയും കുറച്ച് ദിവസം കൂടെ സമയമുണ്ട്, ഇപ്പൊ തുടങ്ങി എന്തായാലും തീർക്കാം. എല്ലാ ഷോർട്ട് വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ഒന്നും മറക്കാതെ ചെയ്യാം.